എന്താ കുട്ടികളെ ഇപ്പോഴത്തെ അവസ്ഥ? ആ ശരിയായി വരുന്നുണ്ട്. ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടോ? അതാണിപ്പം വലിയ പ്രശ്നം. എല്ലാവരും പറ്റ ക്ഷീണിതരാ. ആ തല തിരിഞ്ഞ ചെക്കത്തെന്താ കോളേജിൽ പോണ്ടോ? സത്യം പറഞ്ഞ അവനെ കാണുമ്പോഴാ സങ്കടം. എനിക്ക് ഇക്കാനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ കരച്ചില്. ഇതുവരെ കണ്ണീര് തോർന്നിട്ടില്ല. പടച്ചോൻ എല്ലാവർക്കും ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ. ആ പിന്നെ നമ്മുടെ ജീപ്പ് ഗുണ്ടൽപേട്ട പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇവിടുത്തെ സ്റ്റേഷനിലെ ഇപ്പൊ വരാം. എന്തേ മാനു? സീനത്തിന്റെ കല്യാണം നടത്താൻ ഇപ്പോൾക്ക് താല്പര്യമില്ല. ഈ എന്തായി പറയണേ? അവരാപ്പൊ വിളിച്ചത്. തോന്നിയാസവല ചെയ്തത്, അതൊന്ന് ചോദിക്കള്ളോ? വേണ്ടുപ്പാ, നമ്മൾ ഭയപ്പെടുത്തിയും നിർബന്ധിച്ചും ഈ വിവാഹം നടത്തിയോണ്ട് കാര്യമില്ല. ഒരു ദുർമരണം നടന്ന വീടായതുകൊണ്ടാണത്ര. ദുർമരണം? വിവരമില്ലാത്ത കഴുതകള്. നരകാവകാശിയായി മരിക്കണ ഒരുത്തന്റെ മരണ ദുർമരണം. അവൻ കട്ടിൽമ കടന്ന് മരിച്ചാലും ദുർമരണം തന്നെയാണ്. പക്ഷെ അതാരൊക്കെയെന്ന് പടച്ചോനെ അറിയൂ, പടപ്പൊക്കെ അറിയില്ല. നിന്റെ സാധിക്കുമോ? എങ്ങനെടാ ഈ വിവരമൊന്നും മറിഞ്ഞറിയിക്കുക? ഇന്നെക്കൊണ്ട് കഴിയൂല. മോനിപ്പതും കൂടി താങ്ങാൻ കഴിയോ? കല്യാണത്തിനാണെങ്കിൽ 10-20 ദിവസം കൂടി ഉള്ളൂ. പെട്ടെന്ന് പറയണ്ട. ഉമ്മർഖാനോട് കല്യാണം 2-3 മാസത്തേക്ക് നീട്ടിവെക്കാൻ പറയാ. അത് മൂപ്പർക്കും സമ്മതാവും. അപ്പോഴേക്കും പുതിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാം. ആ, അതാ നല്ലത്. ആ വിഷയം ഈ എന്നെ കൈകാര്യം ചെയ്തളാ. കോളേജിൽ പഠിക്കുമ്പോ ഒരുപാട് ചെലവുണ്ടാവും. നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടെന്താ മനസ്സിലാവാത്ത? കയ്യിലുണ്ടാവുമ്പോ ചോദിച്ച പൈസ തരില്ല റിയാസെ. സാധിക്കാണെങ്കിൽ ഇന്ന് കാലത്തെ ട്രിപ്പും പോയതാ. അതെ, ഇക്കാക്ക് വളയം പിടിക്കാനല്ലേ അറിയൂ. കോളേജിൽ പഠിക്കുന്നതിന്റെ ആവശ്യം എന്തറിയാൻ? കോളേജിന്റെ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ. ടാക്സി ഡ്രൈവർ, എന്റെ ഫ്രണ്ട്സ് ഇടയ്ക്ക് അതും പറഞ്ഞ് എന്നെ പരിഹസിക്കും. അത് കേൾക്കുമ്പോ നിർത്തടാ. ഇക്കാനെ പറ്റിയുള്ള എന്റെ പരിഹാസം ദിവസം തോറും കൂടി വരിക. SSLCക്ക് 500 രൂപ മാർക്കുണ്ടായ സാധിക്കുമോന് തുടർന്ന് പഠിച്ചാൻ വീതിന്റെ ആയില്ല. കാരണം സുഖമില്ലാതെ 2.5 കൊല്ലം ഞാൻ ഈ മൂല കടന്നപ്പോ ഇങ്ങനെ തീറ്റി പോറ്റാന് ഇഞ്ച കുട്ടിക്ക് തലയിൽ ചുമടേറ്റാനും പൊയ്യിന്ന് മണല് വാങ്ങാനും പോണ്ടി വന്നു. അത് കണ്ട് സങ്കടം തോന്നിട്ടാ മൂസാജി എനിക്ക് ജീപ്പ് വാങ്ങിക്കൊടുത്തത്. അതുള്ളത് കൊണ്ട് അജ്ജൊക്കെ 4 നേരം ഉള്ളൊരുക്കി മുണിങ്ങിനത്. നല്ലൊരു കുപ്പായഞ്ച മോട്ടിട്ടില്ല. ഹോട്ടലിൽ കയറി ഭക്ഷണം ഇഞ്ച കൂട്ടി കഴിക്കാറില്ല. കിട്ടുന്ന പൈസ ഒക്കെ എറുമ്പ് മണത്തരി കൂട്ടി വെക്കണമാർക്ക് ഉണ്ടാക്കുക. നിങ്ങൾക്കൊക്കെ വേണ്ടി മനസ്സിലാടെ കുതിര. അങ്ങനത്തെ ഓനെ അഞ്ചനാന്ന് പറയാനൊക്കെ നടക്കണ്ടെങ്കിൽ ഇറങ്ങി പോടെ എടുക്കാലും.